ഈ കാണുന്ന കളറൊന്നും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മൈലാഞ്ചി ഇട്ടിട്ടുള്ള കളറല്ല കേട്ടോ. ഓർഗാനിക് ഹെന്നാക്കോൺസിന്റെ കളറാണിത്. ഓർഗാനിക് ഹെന്നാക്കോൺ സെയിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു ഡൗട്ടും കൂടാണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒന്നും തന്നെ ആഡ് ചെയ്യാണ്ട് ഓർഗാനിക് ആയിട്ട് നമുക്ക് മെഹന്തി കോൺസ് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ഹെന്നാക്കോൺസിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ ആളുകൾക്ക് കൂടുതൽ താല്പര്യം ഓർഗാനിക് ഹെന്നാക്കോൺസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോ പെരുന്നാളൊക്കെയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയ സമയം എന്ന് പറയുന്നത് ഇതാണ്. ഈ വീഡിയോയിൽ നമുക്ക് ഓർഗാനിക് ഹെന്നാക്കോൺ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ടെന്നും അതിന്റെ ഉപയോഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് വാങ്ങാൻ പറ്റുമെന്നും അവരുടെ കോണ്ടാക്ട് നമ്പർ ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്നത് രാജസ്ഥാനി ഹെന്ന പൗഡർ ആണ് കേട്ടോ. ഒത്തിരി പേരുടെ ഒരു ധാരണയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹെന്ന പൗഡർ വെച്ചിട്ട് നമുക്ക് ഓർഗാനിക് ഹെന്നാക്കോൺ ഉണ്ടാക്കാന്ന്. എന്നാൽ അത് പറ്റില്ല കേട്ടോ. ഇതിന് നമ്മൾ എടുക്കേണ്ടത് ട്രിപ്പിൾ സ്റ്റിഫഡ് ആയിട്ടുള്ള രാജസ്ഥാനി ഹെന്ന പൗഡർ ആണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഹെന്നാക്കോണിന്റെ ക്വാളിറ്റി നമ്മൾ യൂസ് ചെയ്യുന്ന ഹെന്ന പൗഡർ ആയിട്ട് ഒത്തിരി ഡിപ്പെൻഡഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഹെന്ന പൗഡർ വാങ്ങുന്ന സമയത്ത് ട്രിപ്പിൾ സ്റ്റിഫഡ് ആയിട്ടുള്ള രാജസ്ഥാനി ഹെന്ന പൗഡർ നോക്കിയിട്ട് വാങ്ങട്ടോ. അടുത്തത് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് യൂക്കാലിപ്റ്റസിന്റെ എസെൻഷ്യൽ ഓയിൽ ആണ്. യൂക്കാലിപ്റ്റസ് മാത്രമല്ല ടീ ട്രീയുടെ എസെൻഷ്യൽ ഓയിലും ഉണ്ട്. ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ പ്യുവർ വൈറ്റ് ആയിരിക്കും, നമ്മുടെ പച്ചവെള്ളമൊക്കെ പോലെ ആയിരിക്കുള്ളൂ കേട്ടോ. എന്നാൽ യൂക്കാലിപ്റ്റസിന്റെ എസെൻഷ്യൽ ഓയിൽ ഈ ഒരു കളറായിരിക്കും. ഇതിന്റെ കളർ കുറഞ്ഞതും ഉണ്ടാവും കേട്ടോ. അങ്ങനെ പലതരത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് യൂസ് ചെയ്യണ്ട. ഇപ്പോൾ നമ്മൾ ഈ ഹെന്ന പൗഡർ ഒക്കെ വാങ്ങുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ നമ്മൾ ഇത് വാങ്ങുന്നതായിരിക്കുള്ളൂ നല്ലത്. ചിലതിനൊക്കെ ഭയങ്കര കുത്തുമണം ഉണ്ടാവും കേട്ടോ. നമുക്ക് ഈ യൂക്കാലിപ്റ്റസ് ഓയിൽ നല്ലതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ നല്ല രീതിയിൽ ഷേക്ക് ചെയ്യുന്ന സമയത്ത് ബബിൾസ് പെട്ടെന്ന് പോണതാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല പ്യുവർ ആയിട്ടുള്ള യൂക്കാലിപ്റ്റസ് ഓയിലാണ് കേട്ടോ. അതല്ല ബബിൾസ് ടൈം എടുത്തിട്ടാണ് പോണേന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളിത് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടാ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സെല്ലോ ടേപ്പ് ഡിസ്പെൻസറും ആണ് കേട്ടോ വേണ്ടത്. കോണ് റോള് ചെയ്യാനും അതുപോലെ സീൽ ചെയ്യാനും ഒക്കെ സെല്ലോ ടേപ്പ് മസ്റ്റ് ആണ് കേട്ടോ. ഈ ഡിസ്പെൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. പക്ഷെ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സെല്ലോ ടേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടേബിൾ മേലോ അല്ലെങ്കിൽ എന്തുമേലെങ്കിലും ഇതുമ്മ കുറേ അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് കോൺ ഇങ്ങനെ റോൾ ചെയ്യുക അല്ലെങ്കിൽ സീൽ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് നമുക്ക് ഒത്തിരി സമയം വെറുതെ പോവും. അതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെ ഒരു ഡിസ്പെൻസർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോണൊക്കെ നിറച്ചതിന് ശേഷം ഇതുപോലെ ഡിസ്പെൻസറിൽ നിന്ന് എടുത്തുങ്ങാണ്ട് ഡയറക്റ്റ് റോൾ ചെയ്യും സീൽ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. പണി എളുപ്പമാവാനൊക്കെ ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് ഡിസ്പെൻസർ ഉള്ളത് തന്നെയാണ് കേട്ടോ നല്ലത്. ഇതിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ചെറിയ റേറ്റിന് നമുക്ക് ഞാൻ ലാസ്റ്റിൽ ഇവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അവരിൽ നിന്ന് നമുക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് എടുത്തുങ്ങാനിട്ട് കോണ് റോൾ ചെയ്യും സീൽ ചെയ്യുകയൊക്കെ ചെയ്യാം. എൻ്റെ കയ്യിൽ ഇത് ഒത്തിരി നാളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം ടാപ്പ് ഇങ്ങനെ വെട്ടിയെടുത്തുങ്ങാനിട്ട് ടേബിൾ മേൽ ഒരു സൈഡിൽ അങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. അടുത്തത് നമുക്ക് വേണ്ടത് ഈ ഒരു വെയിറ്റ് മെഷീനാണ് കേട്ടോ. ഇത് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന കോണ് ഒരു 25 ഗ്രാം മിനിമം വേണം. ഒരു 30 ഗ്രാം വരെ നമുക്ക് പോവാം കേട്ടോ. അപ്പോൾ ആ കോണ് നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഇതുമേൽ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ വെയിറ്റ് നോക്കണം. എന്നിട്ട് 25 ഗ്രാം 27 30 ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് സീൽ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഈ വെയിറ്റ് സ്കെയിൽ നമുക്ക് നിർബന്ധമാണ്. ഇതിന് മാത്രമല്ല നമ്മൾ ഹെന്ന പൗഡർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് 0 ആക്കിയിട്ട് ഇതിൻ്റെ മേലെ ബൗൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം ടയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബൗളിൻ്റെ വെയിറ്റ് അവിടെ പോവും. പിന്നെ നമ്മൾ ഇടുന്ന ഹെന്ന പൗഡറിൻ്റെ വെയിറ്റ് ആയിരിക്കും കേട്ടോ കാണിക്കുന്നത്. അതൊക്കെ ഞാൻ ഹെന്ന പൗഡറൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടതാണ് ഈ പൈപ്പിംഗ് ബാഗ്. നമ്മൾ ഹെന്ന പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഈ പൈപ്പിംഗ് ബാഗിൽ നിറച്ചാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് കോണ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളിതൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറേ ഇതുപോലത്തെ പൈപ്പിംഗ് ബാഗ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഹെന്ന പേസ്റ്റ് നേരെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മുറുക്കി ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് തുമ്പത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മളെ കോണിൽ നിറച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇതും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം തന്നെയാണ് കേട്ടോ.
പിന്നെ നമുക്ക് ഇതുപോലെ കുറച്ച് നീളത്തിലുള്ള ഒരു ബോട്ടിൽ വേണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ഗ്ലാസ് ആയാലും മതി. ഞാനിവിടെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിൽ ഹെന്ന ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ ഈ പൈപ്പിംഗ് ബാഗ് ആദ്യം ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഹെന്ന പേസ്റ്റ് നേരെ ഇതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ടിൽ വേണമെന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, ഇച്ചിരി വലിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ പഴയ ബോട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാവുമല്ലോ, അതെടുത്താൽ മതി കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് ഈ ബീറ്ററും ഹാൻഡ് വിസ്കും ആണ് വേണ്ടത്. ബീറ്റർ ഇപ്പം നമ്മൾ ഹെന്ന ബീറ്റ് ചെയ്യാൻ എടുത്തെങ്കിൽ കൂടി നമുക്കത് എന്താ പറയുക, അതിൻ്റെ ആ ഒരു ബ്ലേഡ് എടുത്തുങ്ങാനിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചങ്ങാനിട്ട് അതിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹെന്നയുടെ ആ ഒരു കുത്തും മണമൊക്കെ അപ്പം തന്നെ മാറിക്കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബീറ്റർ ആയാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ആ ബ്ലേഡ് കുത്തി വെക്കുന്ന ഭാഗത്തായിട്ട് നമ്മൾ ചുറ്റൊന്ന് കവറ് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കറ ഉണ്ടാവില്ല. ഞാനിതിപ്പോൾ ഹെന്ന ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ബീറ്ററാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കവറൊന്നും കെട്ടി കൊടുക്കാത്തതുകൊണ്ടാണ് അവിടെ ആ ഹെന്നയുടെ കറ വന്നിട്ടുള്ളത്. നമ്മുടെ ഹെന്ന ഡൈ റിലീസ് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് ഈ ഒരു ബീറ്റർ ഉള്ളത് നല്ലതാണ്. ഡൈ റിലീസ് എന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഹെന്ന നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു ബീറ്റർ വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ സ്പീഡിൽ നിന്ന് കൂട്ടി നമുക്ക് കൊണ്ടുപോകാം. ഇനി ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും അതൊന്ന് ബീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുന്ന മാതിരി ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലത് ബീറ്റർ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് നല്ല സ്മൂത്തായിട്ട് പേസ്റ്റ് കിട്ടും ബീറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അടുത്തത് നമുക്ക് വേണ്ടത് ഈ ഒരു സ്പാച്ചിലാണ് കേട്ടോ, സിലിക്കണിൻ്റെ. ഇതുള്ളത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമ്മൾ ബൗളിൽ പേസ്റ്റൊക്കെ ആക്കിയതിന് ശേഷം ഒട്ടും വേസ്റ്റ് ആവാണ്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് പാത്രത്തിൽ നിന്ന് ഹെന്ന പേസ്റ്റ് എടുക്കാനായിട്ട് ഈ സിലിക്കൺ സ്പാച്ചിലുണ്ടെങ്കിൽ പറ്റും കേട്ടോ. സ്പൂണായാലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ബൗളിൽ നിന്ന് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിലിക്കണിൻ്റെ സ്പാച്ചിലാണ് നല്ലത്. പിന്നെ ഇതുപോലെ കുറച്ച് കുഴിയുള്ള ഒരു ഗ്ലാസ്സോ, കുറച്ച് കുഴിയും കുറച്ച് വട്ടമുള്ള ഒരു ഗ്ലാസ്സോ പാത്രമോ ഉള്ളത് നല്ലതാണ്. നമ്മൾ കോൺ ഫില്ല് ചെയ്തതിന് ശേഷം ഓരോന്ന് ഫില്ല് ചെയ്തിട്ട് പിന്നെ അത് സീൽ ചെയ്യാനിരിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചധികം കോൺ ഫില്ല് ചെയ്ത് ഇതിനകത്ത് നിറച്ച് വയ്ക്കുക. ലാസ്റ്റ് അതെല്ലാം കൂടി ഇരുന്ന് സീൽ ചെയ്യുക. അപ്പോൾ പണി നമുക്ക് എളുപ്പം കഴിയും. അതുകൊണ്ട് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ, ഇതൊന്നും നമുക്ക് വാങ്ങേണ്ടതല്ല. അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഓരോന്ന് ചെയ്യുന്നതിനേക്കാൾ പകരം ഇതിനകത്ത് കുറച്ചധികം ആക്കി വെക്കുക, ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് സീൽ ചെയ്യുക. അടുത്തത് ഞാൻ കാണിക്കുന്നത് കേബിൾ ടൈസ് ആണ് കേട്ടോ. ഇതിന് പകരം റബ്ബർ ബാൻഡ് ആയാലുണ്ടെന്ന് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേബിൾ ടൈസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത്. ഇതുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് എടുത്താൽ മതി. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ബാഗിലല്ലേ നമ്മൾ ഹെന്ന പേസ്റ്റൊക്കെ നിറയ്ക്കുന്നത്. ആ പൈപ്പിംഗ് ബാഗിൽ ഹെന്ന പേസ്റ്റ് നിറച്ചതിന് ശേഷം അറ്റത്ത് നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. അപ്പോൾ റബ്ബർ ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ കുറേ അങ്ങോട്ട് ചുറ്റി അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് പ്രസ് ചെയ്തിട്ട് കോണിലേക്ക് ഹെന്ന നിറയ്ക്കുന്ന സമയത്ത് ഇവിടുന്ന് ലീക്കായി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. റബ്ബർ ബാൻഡ് ആയാലും നല്ല ടൈറ്റിൽ ചുറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഇതുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വള്ളി വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്താലും മതി. അടുത്ത നമുക്ക് ഇതുപോലെ ഒരു വലിയ ബൗളാണ് കേട്ടോ വേണ്ടത്. കുറച്ചധികം വട്ടവും കുഴിയുള്ള ബൗൾ എടുക്കുന്നതാണ് നല്ലത്. ഇത് നമ്മളെ ഹെന്ന പൗഡറൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് തെറിച്ച് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കുഴിയുള്ളതും വട്ടമുള്ളതും ആയിട്ടുള്ള ബൗൾ എടുക്കാൻ പറയുന്നത്. ഇതിന് നമ്മൾ എടുക്കുന്ന ബൗൾ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ഗ്ലാസിൻ്റെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ എടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ പരമാവധി എടുക്കാണ്ടിരിക്കുക. കാരണം നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലേഡൊക്കെ ചുറ്റും തട്ടുമ്പോൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ അംശം ഹെന്ന പേസ്റ്റിൽ മിക്സ് ആവും. അതുകൊണ്ട് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ എടുക്കുക. അടുത്ത നമുക്ക് വേണ്ടത് സെല്ലോഫെയിൻ ഷീറ്റ് ആണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോളാണ്. ഇത് നമുക്ക് ഷീറ്റായിട്ടും വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെന്ന കോൺ റോള് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മൈലാഞ്ചി ട്യൂബിൻ്റെ മെയിൻ സാധനം. ഇത് ഫാൻസി ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മൾ ബിഗിനർ കിറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർ കട്ട് ചെയ്ത ഷീറ്റായിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടാവുക. പിന്നെ ഇതുപോലെ ഒരു ബ്ലേഡോ അല്ലെങ്കിൽ കത്തിയോ വേണം നമ്മൾക്ക് ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ എല്ലാ വീഡിയോസും ഇടുന്നത്.
അടുത്ത നമുക്ക് വേണ്ടത് ഈ മെഷർമെൻറ്റ് കപ്പാണ്. നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര, യൂക്കാലിപ്റ്റസ് ഓയിൽ ഇതൊക്കെ നമുക്ക് അളന്നൊഴിക്കാനായിട്ട് ഇതുപോലെ മെഷർമെൻറ്റ് കപ്പ് ഉള്ളത് നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ആയാലും മതി. നമ്മുടെ കയ്യിൽ വെയിറ്റ് സ്കെയിൽ ഉണ്ടല്ലോ, അതും വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര അളക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ഇപ്പോൾ യൂക്കാലിപ്റ്റസിൻ്റെ ഓയിൽ അളക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മരുന്നിൻ്റെ മൂടിയില്ലേ, മരുന്ന് കുടിക്കുന്ന ആ പ്ലാസ്റ്റിക്കിൻ്റെ മൂടി, അതായാലും മതി. പിന്നെ ഇത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് പഞ്ചസാരയും നമ്മുടെ ഈ ഹെന്ന പേസ്റ്റിന് നിർബന്ധമായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ക്ലിംഗ് റാപ്പ് വേണം. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റൊക്കെ മിക്സ് ചെയ്തിട്ട് ഡ്രൈ റിലീസിന് വെക്കുന്ന സമയത്ത് എയർ പോവാത്ത രീതിയിൽ നമുക്ക് കവർ ചെയ്ത് വെക്കണം. അത് എങ്ങനെയാണ് കവർ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് ഇതുപോലുള്ള ഒരു ക്ലിംഗ് റാപ്പ് ഉള്ളത് വളരെ നല്ലതാണ്. പിന്നെ വേണ്ടത് വെള്ളമാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അളവൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവും എസെൻഷ്യൽ ഓയിലിൻ്റെ അളവും ഹെന്ന പൗഡറിൻ്റെ അളവും ഏതൊക്കെ എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഒരു ഹെന്ന ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഹെന്നാക്കോൺ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു കോണ്ടാക്ട് നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോയുടെ ഈ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കൊറിയർ അയച്ചു തരും. കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും അവർ കൊറിയർ അയക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ വീഡിയോസ് ഇടുന്നത്. ഇതിലിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രൊഡക്ട്സും അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഹെന്ന പേസ്റ്റ് മിക്സ് ചെയ്യുന്നതും അതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ചെറിയ റേറ്റിന് നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇറക്കുന്ന പൈസൻ്റെ ഡബിൾ പൈസ നമുക്ക് ഈ ഒരു ബിസിനസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ അവർക്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ അവർ കൊടുക്കുന്ന റേറ്റിനേക്കാളും 5% ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കൊറിയർ അയച്ചു തരും. അവരുടെ ഓരോ പ്രൊഡക്റ്റും അത്ര ക്വാളിറ്റി ഉള്ള പ്യുവർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് അവർ നിങ്ങൾക്ക് അയച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.